നമസ്കാരം. 9ാം ക്ലാസ്സിലെ ഫിസിക്സിലുള്ള രണ്ടാമത്തെ അധ്യായമാണ് ചലന സമവാക്യങ്ങൾ അഥവാ ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ചലന സമവാക്യങ്ങൾ രൂപീകരിക്കുന്നത് ഫിസിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ്. അത് വിദ്യാർത്ഥികളിൽ അല്പം പ്രയാസമുണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ലളിതമായി ചലന സമവാക്യങ്ങൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ എങ്ങനെ രൂപീകരിക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എക്സ് ആക്സിസിൽ സമയവും വൈ ആക്സിസിൽ പ്രവേഗവും അല്ലെങ്കിൽ വെലോസിറ്റിയും ചിത്രീകരിക്കുന്നതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് അഥവാ സമയ പ്രവേഗ ഗ്രാഫ്. ഇവിടെ ഒരു സമത്വരണത്തോടു കൂടി സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. സമത്വരണം എന്ന് പറഞ്ഞാൽ യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ, അതായത് ആക്സലറേഷൻ കോൺസ്റ്റന്റ് ആണ്, ആക്സലറേഷൻ സ്ഥിരമാണ്. നമുക്ക് ഗ്രാഫ് ഒന്ന് വരച്ചു നോക്കാം. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഇവിടെ വരയ്ക്കുന്നത്. എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ വെലോസിറ്റിയും വരയ്ക്കുന്ന ഗ്രാഫാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷൻ, അതായത് സമത്വരണത്തോടു കൂടി സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. എക്സ് ആക്സിസിലെ രണ്ട് ബിന്ദുക്കളാണ് T1ഉം T2ഉം. T1ലെയും T2ലെയും വെലോസിറ്റി അറിയുന്നതിന് അവിടേക്ക് നാം ഒരു പെർപെൻഡിക്കുലർ, അതായത് ലംബം വരയ്ക്കുന്നു. അങ്ങനെ ലംബം വരയ്ക്കുമ്പോൾ ഗ്രാഫിൽ ഒരു മഞ്ഞ ഷെയ്ഡ് ചെയ്ത ഒരു ഭാഗം നമുക്ക് കിട്ടും. T1, T2 എന്നീ ബിന്ദുക്കൾക്കിടയിലുള്ള അകലം T എന്ന് സങ്കല്പിക്കുക. T1 എന്ന സമയത്തെ പ്രവേഗമാണ് u, അതായത് ആദ്യ പ്രവേഗമാണ് u. T2 എന്ന സമയത്തെ പ്രവേഗമാണ് v, അതായത് അന്ത്യപ്രവേഗമാണ് v. ഈ മഞ്ഞ ഷെയ്ഡ് ചെയ്ത ഭാഗം ഒരു ചതുർഭുജമാണ്, അല്ലെങ്കിൽ ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. നമുക്ക് പറയാം ഇതൊരു ലംബകമാണെന്ന് പറയാം, കാരണം രണ്ട് സമാന്തര വശങ്ങൾ ഇതിനുണ്ട്. രണ്ട് സമാന്തര വശങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരു ലംബകമാണ്, അല്ലെങ്കിൽ ട്രപ്പീസ്യമാണ്. ട്രപ്പീസ്യത്തിന്റെ രണ്ട് സമാന്തര വശങ്ങളാണ് ഒന്ന് വിയും മറ്റേത് യുവും. നമുക്കറിയാം ത്വരണം എന്ന് പറയുന്നത് പ്രവേഗ വ്യത്യാസം ഡിവൈഡഡ് ബൈ സമയമാണ്. അതായത് ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. നമുക്ക് ഗ്രാഫ് നോക്കിയാൽ അറിയാം ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗ വ്യത്യാസം എന്ന് പറയുന്നത് v മൈനസ് u ആണ്. അതായത് സമത്വരണത്തോടു കൂടി അല്ലെങ്കിൽ യൂണിഫോം ആക്സലറേഷനോട് കൂടി സഞ്ചരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ ആദ്യ പ്രവേഗം യുവും അന്ത്യപ്രവേഗം വിയുമാണ്. അല്ലെങ്കിൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ സമത്വരണത്തോടു കൂടി അല്ലെങ്കിൽ യൂണിഫോം ആക്സലറേഷനോട് കൂടി സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ ആദ്യ പ്രവേഗം u ആണ്. t എന്ന സമയത്തിന് ശേഷം അതിന്റെ പ്രവേഗം v ആയി മാറുന്നു. അങ്ങനെയാണെങ്കിൽ ത്വരണം ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു v മൈനസ് u ഡിവൈഡഡ് ബൈ t ആയിരിക്കും. ഈ t യെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എഴുതാം at സമം v മൈനസ് u എന്ന് എഴുതാം. അതുപോലെ u എന്ന ആദ്യ പ്രവേഗത്തിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ u പ്ലസ് at എന്ന് എഴുതാം. u പ്ലസ് at സമം v, അതായത് v സമം u പ്ലസ് at. ഇതാണ് ഒന്നാം ചലന സമവാക്യം അല്ലെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒന്നാം ചലന സമവാക്യമാണ് v is equal to u plus at. ഒന്നാം ചലന സമവാക്യം മനസ്സിലായല്ലോ. v സമം u plus at. ഇവിടെ v എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം, u എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം, a എന്ന് പറയുന്നത് ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ, t എന്ന് പറയുന്നത് ടൈം. ആദ്യ പ്രവേഗത്തിന്റെയും അന്ത്യപ്രവേഗത്തിന്റെയും യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. സമയത്തിന്റെ യൂണിറ്റ് ആണ് സെക്കൻഡ്. ത്വരണത്തിന്റെ അല്ലെങ്കിൽ ആക്സലറേഷന്റെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി രണ്ടാം ചലന സമവാക്യം രൂപീകരിക്കാം. ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുന്നത് അവിടെയുള്ള ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റിന് ഈക്വൽ ആയിരിക്കും. നമുക്ക് പറയാം ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ഒബ്ജക്ട് ഇൻ ദ ടൈം ഇന്റർവൽ t is equal to ഏരിയ ഓഫ് ദ യെല്ലോ ഷെയ്ഡഡ് ക്വാഡ്രിലാറ്ററൽ. നമ്മുടെ ഈ ഗ്രാഫിൽ യെല്ലോ ഷെയ്ഡ് ചെയ്ത ഒരു ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ യെല്ലോ ഷെയ്ഡ് ചെയ്ത മഞ്ഞ ഷെയ്ഡ് ചെയ്ത ഒരു ചതുർഭുജമുണ്ട്. ആ ചതുർഭുജത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടാൽ
ടി എന്ന ടൈം ഇന്റർവെല്ലിൽ ആ ഒബ്ജക്റ്റിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ചതുർഭുജത്തിന്റെ അല്ലെങ്കിൽ ആ ക്വാഡ്രിലാറ്ററിന്റെ ഏരിയയാണ് നമുക്ക് കാണേണ്ടത്. ഇനി ഈ ചതുർഭുജം അല്ലെങ്കിൽ ക്വാഡ്രിലാറ്ററൽ എന്താണ്? ഒരു ട്രപ്പീസിയമാണ്. ഹിയർ ക്വാഡ്രിലാറ്ററൽ ഈസ് എ ട്രപ്പീസിയം, അതായത് ഒരു ലംബകമാണ്. എന്താ ലംബകത്തിന്റെ പ്രത്യേകത? ലംബകത്തിന് രണ്ട് സമാന്തര വശങ്ങൾ, രണ്ട് പാരലൽ സൈഡ് ഉണ്ടാവും. സെപ്പറേറ്റഡ് ബൈ എ ഫിക്സഡ് ഡിസ്റ്റൻസ്, ഒരു നിശ്ചിത അകലത്തിൽ അവ സെപ്പറേറ്റ് ചെയ്തിരിക്കും. ഇനി സ്ഥാനാന്തരം കണ്ടെത്താൻ എന്ത് കണ്ടെത്തിയാൽ മതി? അപ്പോൾ ലംബകത്തിന്റെ പരപ്പളവ് കണ്ടാൽ മതി. Therefore, displacement is equal to area of the trapezium. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഏരിയ ഓഫ് ട്രപ്പീസിയം അല്ലെങ്കിൽ ലംബകത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഹാഫ് എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആണ്. എയും ബിയും ലംബകത്തിന്റെ രണ്ട് സമാന്തര വശങ്ങളാണ്, പാരലൽ സൈഡ്സ് ആണ്. എച്ച് എന്ന് പറയുന്നതോ ഈ എ ബി എന്നീ രണ്ട് സൈഡുകൾക്കിടയിലുള്ള ഒരു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എച്ച് എന്ന് പറയുന്നത്, ലംബമായ അകലം. അതാണ് എച്ച് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രാഫിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാ വരിക? ഹാഫ് ഇൻറ്റു ഈ ലംബമായ രണ്ട് സൈഡുകൾ ഏതൊക്കെയാണ്? എയും ബിയും നമുക്ക് പറയാം യുവും വിയും ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അവക്കിടയിലുള്ള അകലം ടി ആയിരിക്കും. അപ്പോൾ ഏരിയ ഓഫ് ട്രപ്പീസിയം ഇസ് ഈക്വൽ ടു ഹാഫ് ടി ഇൻറ്റു യു പ്ലസ് വി. നമുക്കറിയാം ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഏരിയ കണ്ടെത്തിയ ഹാഫ് ടി ഇൻറ്റു യു പ്ലസ് വിയിലെ വിക്ക് ഈ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്താ കിട്ടുക? ഹാഫ് ടി ഇൻറ്റു യു പ്ലസ് എ ടി, അതായത് ഹാഫ് ടി ഇൻറ്റു ടു യു പ്ലസ് എ ടി. നമുക്ക് ഈ ഹാഫ് ടിയെ ബ്രാക്കറ്റിനുള്ളിലിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ വരും? ഹാഫ് ടി ഇൻറ്റു ടു യു പ്ലസ് ഹാഫ് ടി ഇൻറ്റു എ ടി, അതായത് ഏരിയ ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് എസ് എന്ന ലെറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ, രണ്ടാം ചലന സമവാക്യം. മനസ്സിലായല്ലോ? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് എന്നത് സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ്, യു എന്നത് ഇനീഷ്യൽ വെലോസിറ്റി അഥവാ ആദ്യ പ്രവേഗം, ടി എന്നത് സമയം, എ എന്നത് ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ. ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് ആണ് മീറ്റർ, ഇനീഷ്യൽ വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷന്റെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ടൈമിന്റെ യൂണിറ്റ് ആണ് സെക്കൻഡ്. ഇനി മൂന്നാം ചലന സമവാക്യം രൂപീകരിച്ച് നോക്കാം. രണ്ടാം ചലന നിയമത്തിൽ നമ്മൾ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ അല്ലെങ്കിൽ ട്രപ്പീസിയത്തിന്റെ ഏരിയ കണ്ടെത്തിയിരുന്നു. അതിന്റെ ഏരിയ എന്തായിരുന്നു? ഹാഫ് ടി ഇൻറ്റു യു പ്ലസ് വി ആണ്. ഇവിടെ ടി എന്ന് പറയുന്ന ടൈം ആണ്. ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷനിൽ നിന്നും നമുക്കറിയാം ടി എന്ന് പറയുന്നത് വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ ആണ്, അല്ലെ? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ടിയുടെ ഇക്വേഷൻ എന്താവും? വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ. അപ്പോൾ നമുക്ക് ഏരിയയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ടിക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഹാഫ് ടി ഇൻറ്റു യു പ്ലസ് വി എന്നത് ഹാഫ് ഇൻറ്റു വി മൈനസ് യു ഡിവൈഡഡ് ബൈ എ ഇൻറ്റു യു പ്ലസ് വി എന്നായിട്ട് മാറും. ഏരിയ എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമാണ്? ഡിസ്പ്ലേസ്മെന്റിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു 1/2a. ഈ എ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ അല്ലെങ്കിൽ ഛേദത്തിലുള്ളതാണ്, അതിനെ നമ്മൾ പുറത്തെടുത്തു. അടുത്തതായി 2a ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 2a എന്ന് പറയുന്നത് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡിവിഷൻ ആണ്, അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അപ്പോൾ എന്ത് കിട്ടും? 2as സമം വി മൈനസ് യു ഇൻറ്റു വി പ്ലസ് യു. ഈ വി മൈനസ് യു ഇൻറ്റു വി പ്ലസ് യു ഏത് രൂപത്തിലാണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ നമുക്കിതിനെ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? 2as സമം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ, അല്ലെ? ഈ യു സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്യാം? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നെഗറ്റീവ് ഒഴിവായി കിട്ടും. അപ്പോൾ എന്ത് വരും? യു സ്ക്വയർ പ്ലസ് 2as സമം വി സ്ക്വയർ എന്ന് കിട്ടും. ഇതിനെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യുമ്പോൾ വി സ്ക്വയർ സമം യു സ്ക്വയർ പ്ലസ് 2as. ഇതാണ് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ അല്ലെങ്കിൽ മൂന്നാം ചലന സമവാക്യം എന്ന് പറയുന്നത്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വി എന്നത് ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം,
യു എന്നത് ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം, എ എന്നത് ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ, എസ് എന്നത് ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം. ആദ്യ പ്രവേഗത്തിന്റെയും അന്ത്യപ്രവേഗത്തിന്റെയും യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ്. ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷന്റെ യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് ആണ് മീറ്റർ. നേർരേഖ ചലനത്തിലുള്ള അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മോഷനിലുള്ള ഏതൊരു ഒബ്ജക്റ്റിന്റെയും അല്ലെങ്കിൽ ഏതൊരു വസ്തുവിന്റെയും വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, ആക്സലറേഷൻ എന്നിവ നമുക്ക് ഈ സമവാക്യങ്ങളിൽ നിന്ന് കണ്ടെത്താം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.